എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിതം ഈ നിമിഷത്തിലാണ് സംഭവിക്കുന്നതെന്ന് പല യൂട്യൂബുകാരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നിമിഷത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് കുറച്ചൊക്കെ ശ്രമിച്ചു വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എങ്ങനെ എത്തിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെയാണെന്ന് ഡോക്ടർ ഒരു ഉപദേശത്തിൽ. എൻ്റെ പേര് ശ്രീലേഖ എന്നാണ്. ഞാൻ പത്തനംതിട്ട അടൂരിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. സാറിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സാറിനെ ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാറുമായിട്ട് പരിചയമുള്ളത്. അങ്ങനെ ഇന്ന് ഈ വേദിയിൽ എത്തപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ കുറേയേറെ ഗുരുക്കന്മാരെ അറിയാനുള്ള അവസരങ്ങളും പല വീഡിയോകളിലൂടെയൊക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതിനെ സാധിക്കുന്നത് എങ്ങനെ നമ്മുടെ ചിന്തകള് അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഒരു മീഡിയേറ്റർ ആവുന്നതാണ് ചോദ്യം. അല്ല സാറേ, നമ്മള് ജീവിതം എന്നുള്ളത് ഈ നിമിഷത്തിൽ മാത്രം നമ്മള് ഫോക്കസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു, പലരും പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് ജീവിതം പോകുന്നത്. നമ്മളിപ്പോ എന്ത് നടക്കുന്നു അതാണല്ലോ ഫോക്കസ് കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ എന്ത് നടക്കുന്നുണ്ടെന്നുള്ളത് കോൺസെൻട്രേഷനെ മെയിനായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ സംഭവം മനസ്സിലായി. നമ്മുടെ പിന്നാമ്പുറത്തുള്ള കുറെ അറിവുകള് മാത്രമാണ് നമ്മുടെ പൂർണ്ണമാക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വികലമായ ബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ്. അപ്പൊ പിന്നാലെയുള്ള പണ്ടുണ്ടായിരുന്ന പല അറിവുകളും നമ്മളിൽ ഉണ്ടാകും. പക്ഷെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനാണ്. ഞാൻ സാധാരണ എൻ്റെ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ ചെയ്യാറുള്ളത്, കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ റോൾ, ഗോൾ, വാല്യൂസ് എന്നാണ്. 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. റോൾ, നമുക്ക് എന്താണ് റോൾ ഉള്ളത്. ഇന്നലെ ഞാൻ ആ പഞ്ചതീർത്ഥ ക്ഷേത്രത്തിൽ രഘു കൊണ്ടുപോയി. പഞ്ചപരാശക്തിയുടെ ദേവിയുടെ ക്ഷേത്രമുള്ള സന്നിധിയിൽ പോയി. അപ്പൊ അവിടെ കുറെ ആൾക്കാർ പലപ്പോഴും എന്നെ കേട്ടിട്ടുണ്ട്. ഉടനെ ചോദ്യം ചോദിച്ചു, അവിടെ ഇരുന്ന് കുറെ സമയം സംസാരിച്ചു. അങ്ങനെയായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊരു റോളുണ്ട്. ആ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചോദ്യം, ഭഗവാനില് വിശ്വാസം ഉണ്ടോ? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. നമുക്ക് എനിക്ക് എൻ്റെ അച്ഛനിലും അമ്മയിലും വിശ്വാസമുണ്ട്, അവർ മണ്ടന്മാരല്ലാന്ന് ബോധമുണ്ട്. വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്? ചാവുന്നത് വരെ അച്ഛനും അമ്മയും ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഞാനതില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അച്ഛനും അമ്മയ്ക്കും വിവരമില്ല, ബുദ്ധിയില്ല എന്ന് പറയാണ്. അത് ഞാൻ തയ്യാറല്ല പറയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കണ്ടതേ വിശ്വസിക്കാവൂ, എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മുടെ പഴമയിലുള്ള അറിവ് എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതല്ല, കേട്ട് പരിചയമുള്ളതാണ്. ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പണ്ടില്ല, ഇപ്പൊ മാത്രമേ ഉള്ളൂ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പൂർവജന്മ കൃത സുകൃതം, അത് ദുഷ്കൃതമോ സുകൃതമോ ആവാം. പക്ഷെ കൃതം എന്ന് മാത്രമേ പറയാറുള്ളൂ, ദുഷ്കൃതം എന്ന് പറയാറില്ല. കൃത സുകൃതം, നല്ല കാര്യങ്ങളും ചെയ്ത കർമ്മങ്ങളും ഒക്കെ നമ്മൾ ഓർത്തു വെക്കുക. അതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈശ്വരനല്ല, എൻ്റെ പൂർവ കർമ്മ കൃത സുകൃതങ്ങളാണ്. അതാരാണ്? എൻ്റെ പാരമ്പര്യമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. ആ അറിവാണ് നമ്മുടെ കഴിവ്. ആ അറിവാണ് നമ്മുടെ കഴിവ്. ബുദ്ധി എന്ന് പറയുന്നതും അറിവ് എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ. രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ കൂടെ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ബുദ്ധിയും അറിവും. നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ അറിവുണ്ടാവില്ല. എന്താ കാരണം? ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയണമെങ്കിൽ നമ്മൾ www പോകണം. ലോകത്ത് ഇന്റർനെറ്റിൽ പോയാലേ പറ്റുള്ളൂ. അത് എത്രത്തോളം പോകുന്നുണ്ടോ അയാൾക്ക് ബുദ്ധിയില്ലെങ്കിലും കുറെ അറിവുള്ളവരെയും കാണാൻ നോക്കും. അപ്പൊ ആ അറിവുണ്ടാവുമ്പോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
അപ്പൊ ഇപ്പോ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ പഴയവയെ മറന്നിട്ടാവരുത്. പഴയ കുറെ കാര്യങ്ങൾ മുന്നോട്ടുള്ള വഴി അറിയുകയും വേണം. കാരണം ആ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല അറിവുണ്ടാവണം. അപ്പൊ ഇപ്പോൾ ഉള്ളത് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. അങ്ങനെയാണ് പിന്നെ ഉദ്യമത്തിന്റെ ആവശ്യമൊന്നുമില്ല, പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ആദ്യം ഇവിടത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്, ഇതൊക്കെ നമ്മുടെ പഴയ അറിവാണ്. ആ അറിവ് വെച്ചിട്ട് ഇവിടെ വരുമ്പോ, പക്ഷെ എപ്പോഴാ ഇവിടെ വരുമ്പോ എന്ത് ചെയ്യണം? ഈ നിമിഷം ഇവിടെ മാത്രം ഉണ്ടാവും. ചിന്തകൾ വേറെ പല സ്ഥലത്തും പോകും പലർക്കും. അതില്ലാത്തപ്പോഴാണ് നമ്മൾ സുഖിക്കുക. അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ ഇരിക്കുന്ന സമയത്തും ഉച്ചക്ക് എന്താണാവോ ശാപ്പാടുന്ന കറി ഉണ്ടാവുക, അവിടെ തിരക്കുണ്ടാവോ, അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും? ശ്രദ്ധ ഇവിടെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ആ പ്രഭാഷണത്തിൽ എന്തോ ഒരു പോയിന്റ് വരും. അങ്ങനെ പറഞ്ഞിരുന്നാ ഞാനിത് കേട്ടില്ല കേട്ടോ. എന്താ കാരണം? ശ്രദ്ധ വിടില്ല, വേറെ എവിടെയാണ്. പഴയ കഴിവുകളൊക്കെ നല്ല പോലെയുള്ള ആളായിരുന്നു അർജുനൻ. അതല്ലെങ്കിൽ പിന്നെ അർജുൻ അഡ്വൈസ് കൊടുക്കാൻ നിൽക്കൊന്നുമില്ല. കൃഷ്ണൻ എന്തേ അർജുനെ മാത്രം സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തത്? അയാൾക്ക് നല്ല കഴിവുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. പഴയ കുറേ ആയുധങ്ങള് പല സ്ഥലത്തും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് ഷാർപ്പാക്കി വെച്ചിട്ടുള്ള ആളാണ് അർജുനൻ. ആദ്യമായിട്ട് ചെയ്യുന്ന യുദ്ധമൊന്നുമല്ല. ആ പഴയ അറിവുകളൊക്കെ ഉണ്ട്, പക്ഷെ ഈ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാതാണ്. ഇപ്പൊ പ്രസന്റിൽ ഇരിക്കുമ്പോ പാസ്റ്റ് ഓർമ്മ വേണം, പക്ഷേ അതെന്തിനാവരുത്? കഴിവില്ലായ്മക്കാവരുത്. ആ കഴിവില്ലായ്മയാണ് ഡിസ്ട്രസ് എന്ന് പറയാം സൈക്കോളജി. ഞാൻ MS സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, സൈക്കോളജിയാണ് എന്റെ വിഷയം. അപ്പോ ഡിസ്ട്രസ് ആവരുത്. അത് നമ്മളെ പോസിറ്റീവായിട്ട് നയിക്കുമ്പോ അത് സ്ട്രെസ് ആവും. സ്ട്രെസ് എന്താണ്? ഇതെനിക്ക് പഠിക്കണം, ഇതിലൊരു ചോദ്യം ചോദിക്കണം, ഇതിൽ നോട്ട് എഴുതണം, ഇത് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഡോക്ടർ DPSനോട് സംസാരിക്കുമ്പോ ചെറുകോൽപ്പുഴയിൽ പ്രഭാഷണം കേട്ടതാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കുക, അന്ന് കേട്ട ഒരു പോയിന്റ് പറയാൻ പറ്റും. ഉറപ്പാ, ഞാൻ ചെയ്യാറില്ല. അന്ന് എന്തൊക്കെയോ കേട്ടു കേട്ടോ, ഒരു പോയിന്റ് പറയും. അത് പറഞ്ഞില്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് വരാൻ പറ്റും. കാരണം ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ശ്രദ്ധയില്ലാത്ത ഒരാളെ പിന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് എന്തിനാ 10 മിനിറ്റ് എന്റെ കളയണേ? പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ പണ്ടുള്ള ശ്രദ്ധയുണ്ടോ ഇയാൾക്ക്, അറിയാനുള്ള ആഗ്രഹമുണ്ടോ, ബുദ്ധിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. LKG പഠിക്കാതെ UKG പോകില്ലല്ലോ. അപ്പൊ പഴയത് ഫുൾ മറന്ന ഒരാളെ 1ാം ക്ലാസ്സിൽ ചേർക്കോ? ഇല്ല. ഓരോ പ്രൊമോഷൻ പോകുന്ന സമയത്തും നമ്മുടെ പഴയ കാര്യങ്ങൾ അറിയണം. അത് പാരമ്പര്യമായിട്ടാണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് വേണം. നമ്മുടെ കഴിവിനെ അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം. അതുകൊണ്ട് എന്റെ പഴമയെ ഫുൾ മറന്നിട്ട് ഞാൻ ഇരിക്കുന്ന ആളാണ്, അങ്ങനെ കൈവല്യത്തിൽ നിർത്തിയ മനുഷ്യന് പ്രാക്ടിക്കൽ ആവാൻ പറ്റില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭഗവാൻ പണ്ട കാര്യങ്ങളൊക്കെ മറന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അർജുനൻ പഴയ കാര്യങ്ങൾ പലതും പറഞ്ഞ് ഡിസ്ട്രസ്ഡ് ആവാൻ നോക്കുമ്പോ കൃഷ്ണൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെ മറന്ന് ഇപ്പോഴത്തെ കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷെ പണ്ട് ഫുൾ മറന്നിട്ടാണെങ്കിൽ കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പോയി നിൽക്കുക പോലും ഇല്ല. അവരുടെ ബന്ധമുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത്. പക്ഷെ അത് ബന്ധമേ ആവാവൂ, ബന്ധനമാവരുത് എന്ന്. അപ്പൊ ഭഗവത്ഗീതയിൽ പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിച്ച് പറയുന്ന പലർക്കും തെറ്റിയിട്ടുള്ളത് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത് എന്ന് ഭഗവാൻ പറഞ്ഞു എന്നാണ്. അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അറ്റാച്ച്മെന്റിന് ഈക്വലന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഒരു വാക്കാണ് ബോണ്ടേജ്. ബോണ്ടേജ് ഉണ്ടാവരുത്. പഴമയിൽ എനിക്ക് ബോണ്ടേജ് ഉണ്ടാവരുത്. എന്താ എന്റെ ബോണ്ടേജ്? എന്റെ അച്ഛൻ അമ്മ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന സാഹചര്യത്തില് ചില സിദ്ധാന്തങ്ങളൊക്കെ വെച്ചിട്ട് പലരോടും ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത്. ഇന്ന് അതെനിക്ക് വേണ്ടാന്ന് വേണമെങ്കിൽ വെക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടെങ്കിൽ ബോണ്ടേജ് ഇല്ല, അറ്റാച്ച്മെന്റ്. മനസ്സിലാവേണ്ട പറയുന്നത് ആ തോതിൽ നമ്മൾ ജീവിക്കണം. മക്കളുമായിട്ട് എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ ബോണ്ടേജ് ഉണ്ടാവരുത്. മക്കൾക്ക് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഭർത്താവ് ഭാര്യയുടെ അടുത്തും ബന്ധുക്കളൊക്കെ ബോണ്ടേജ് ഉണ്ടാവരുത്. ബോണ്ടേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? എനിക്ക് ഈ ജോലിയൊക്കെ വിട്ടിട്ട് പ്രഭാഷണത്തിൽ പോകണമെന്ന് പറയുന്ന സമയത്ത് എന്റെ ബന്ധുക്കൾ പോകരുത് എന്ന് പറയുമ്പോൾ ബോണ്ടേജ് ആണെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കും. അറ്റാച്ച്മെന്റ് ആണെങ്കിലോ ഞാൻ വേണ്ടാന്ന് വെക്കില്ല, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും, പക്ഷെ അവരോടുള്ള ബന്ധം അതുപോലെ തുടരും. അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് റോൾ, ഗോൾ, വാല്യൂസ്. എനിക്കൊരു വാല്യൂ ഉണ്ട്, ഞാനത് വിട്ടുകൊടുക്കില്ല. അത് എന്റെ ഇൻഡിവിജ്വൽ ധർമ്മം എന്നാണ് വാല്യൂസ്. ഇൻഡിവിജ്വൽ ധർമ്മം, നമ്മുടെ സമൂഹത്തിലുള്ള ധർമ്മം, രാഷ്ട്രീയത്തിലുള്ള ധർമ്മം, രാഷ്ട്രത്തോടുള്ള ധർമ്മം. രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രത്തോടുള്ള ധർമ്മമാണ് രാഷ്ട്രീയത്തിലുള്ള ധർമ്മത്തിനേക്കാളും മുകളിൽ നിൽക്കേണ്ടത്.
കുടുംബത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്തോട് ധർമ്മം വേണം, പക്ഷെ സമൂഹ ധർമ്മമാണ് അതിനും മുകളിൽ. അങ്ങനെ കയറി അവസാനം വസുദൈവ കുടുംബകം എന്ന സങ്കല്പത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ വാല്യൂസ് കറക്റ്റ് ആവും, ഗോള് കറക്റ്റ് ആവും, റോള് കറക്റ്റ് ആവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ ഹാഫ് ഡേ വർക്ക്ഷോപ്പ് ഒക്കെയാണ് കുട്ടികൾക്ക് ചെയ്യാറുള്ളത്. അത് ഉള്ളിലേക്ക് കയറണം, അത് കയറുമ്പോഴേ അവർ മാറും. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ.